പേരെന്താന്ന്? കാന്തി. അതെനിക്കറിയാം. മൊത്തം പേര് പറഞ്ഞോളൂ. കാന്തി ശിവദാസൻ. ശിവദാസൻ എന്ന് പറഞ്ഞാ അച്ഛന്റെ പേരില്ലേ? ഭർത്താവിന്റെ പേരെന്താന്ന് ഒപ്പരം ചേർക്കാത്തത്? ഇറ്റ്സ് എ ചൈൽഡിഷ് ക്വസ്റ്റ്യൻ യുവർ ഓണർ. ഭർത്താവിന്റെ പേര് ഒപ്പരം ചേർക്കാൻ നിർബന്ധമുണ്ടാ? എന്റെ പേര് പ്രദീപ മഞ്ഞോടി എന്നല്ലേ? മഞ്ഞോടി എന്റെ ഭാര്യന്റെ പേരല്ലോ. അപ്പൊ അതെന്താ മാറ്റാത്ത? കാന്തി സജിത് കുമാർ എന്ന് ചേർത്ത് വിളിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറയുന്നു. അത് ശരിയാണോ? തെറ്റാണ്. കാന്തി ഷജിത് കുമാർ എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്നത് ശരിയല്ല. റൈറ്റ്? വിവാഹം കഴിഞ്ഞ് നാളിതുവരെ നിങ്ങളൊരു ഭാര്യയുടെ കടമകളൊന്നും നിർവഹിച്ചിട്ടില്ലെന്നും ഹർജിക്കാരന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെന്നും പറയുന്നു. ശരിയാണോ? ശരിയല്ല. ആ പറഞ്ഞത് ശരിയല്ല. വളരെയധികം പ്രതീക്ഷകളോടെ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വന്ന എന്റെ കക്ഷിക്ക് ഒരു ഭാര്യ എന്ന നിലയിൽ നിരാശ മാത്രമാണ് നിങ്ങൾ നൽകിയതെന്ന് ഞാൻ പറയുന്നു. ശരിയാണ്. ശരിയല്ല? അല്ല. ശരിയല്ല. നിങ്ങൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം ഒരു പൂർണ്ണ പരാജയമാണെന്നും ഹർജിക്കാരനെ നിങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കുകയാണെന്നും പറയുന്നു. ചോദിച്ചേട്ടില്ലേ? ശരിയാണോന്ന് പറഞ്ഞോളൂ. സാർ, വക്കീൽ ഒരു ഇൻസൾട്ട് ചെയ്യാൻ നോക്കുന്നന്ന്. ഷീസ് എ വുമൺ. എന്റെ വായിത്തൊന്നൊക്കെ ചോദിക്കേടെ. നോ പോയിന്റ്. നിങ്ങൾ എന്തിനാന്ന് ചൂടാവുന്നത്? ഇതിൽ പറഞ്ഞിട്ടുള്ള മാത്രം ഞാൻ ചോദിക്കുന്നുള്ളൂ. സെക്സ് റെഫ്യൂസൽ സ്ട്രോങ് ഗ്രൗണ്ട് ആണ്. ഐ ആം ട്രൈങ് ടു പ്രൂവ് മൈ ഗ്രൗണ്ട് യുവർ ഓണർ. എന്ത് പ്രൂവ് ചെയ്യാനാന്ന്? നീ ഓരോ ബെഡ്റൂം വെക്കരുത് നോക്കിനാ. ഇത്ര നാളുകൾ കേസ് വെച്ച എല്ലാവരുടെയും ബെഡ്റൂമിൽ കയറി നോക്കിയിട്ടാണ്. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഹർജിക്കാരനോട് ആത്മാർത്ഥമായ സ്നേഹമില്ലെന്നും നിങ്ങൾ അദ്ദേഹത്തിനെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണെന്നും ദാമ്പത്യത്തിലെ സെക്സ് എന്ന അവകാശത്തെ നിങ്ങൾ അയാൾക്ക് മനഃപൂർവ്വം നിഷേധിക്കുകയാണെന്നും. നിങ്ങളിങ്ങനെ മിണ്ടാണ്ട് നിൽക്കല്ലേട്ടാ, പറഞ്ഞൂട്. റിപ്പീറ്റ് ചെയ്യണോ? ശരിയല്ല. എനിക്കൊരിഷ്ടമാണ്. നിങ്ങളുടെ ഭർത്താവായ ഹർജിക്കാരന് സന്തോഷകരമായ ഒരു കുടുംബജീവിതം നൽകാൻ നിങ്ങൾക്ക് കഴിവില്ല. ശരിയല്ലേ? നിങ്ങൾ ഈ വിവാഹമോചനത്തിന് സമ്മതിക്കാത്തത് ഷജിത് കുമാർ എന്ന ഹർജിക്കാരനെ മനഃപൂർവ്വം ദ്രോഹിക്കാനും മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ടാണെന്നും പറയുന്നു. നിങ്ങൾ പ്രേമിച്ചിട്ടുണ്ടോ? സർ, ഇതെന്താന്ന് കോളേജ് പിള്ളേരോട് ചോദിക്കുന്ന മാതിരി. പ്രദീപൻ സർ, ദിസ് ഈസ് മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മേ ഐ? നിങ്ങൾ പ്രേമിച്ചിട്ടുണ്ടോ? നിങ്ങൾ കല്യാണത്തിന് മുന്നേ പ്രേമിച്ചിട്ടുണ്ടോന്ന്? ഉണ്ട്. ഉണ്ട്. എത്ര പേരെ? ദിസ് ഈസ് നോൺസെൻസ് സർ. എത്ര പേരെ? നമ്പർ പറയാൻ പറ്റില്ല? അത് നമ്പർ ഓർമ്മയില്ലേ? നിങ്ങൾ മുമ്പ് പലരെയും പ്രേമിച്ചിട്ടുണ്ടെന്നും ഹർജിക്കാരനോട് നിങ്ങൾക്ക് ഒരു തരി പ്രേമം പോലും ഇല്ലെന്നും ഈ വിവാഹത്തിലൂടെ ഹർജിക്കാരന്റെ ജീവിതവും സ്വപ്നവും നിങ്ങൾ തകർക്കുകയായിരുന്നെന്നും ഞാൻ പറയും. ശരിയല്ലേ? ഫിനിഷ്ഡ്? യെസ് യുവർ ഓണർ. താങ്ക് യു. ഇറങ്ങിക്കോളൂ. ആർപി. യെസ്. ഇതെന്താ എല്ലാരും ഇവിടെ? അകത്ത് പൊരിഞ്ഞ അടി നടക്കുന്നതാണ്. എന്തിന്? ഒരു ഭാര്യയും ഭർത്താവും തമ്മിലാണ്. എന്നിട്ട് ആരാ ജയിച്ചേ? അതറിയില്ലപ്പാ. അതല്ല, ബാത്റൂം അല്ല, കോടതിയാ. നീ എന്തിനാ കല്യാണം കഴിച്ചേ? നീ എന്തിനാന്ന് കല്യാണം കഴിച്ചതെന്ന്? എന്തിനാ ആടയുടെ നോക്കുന്നേ? മലയാളം തിരിയില്ലേ? എന്തിനാ കെട്ടിയതെന്ന്? ആ, എന്തിനാ കെട്ടിയതെന്ന് അറിയില്ല. നിങ്ങൾ ഓരോ സംസാരിക്കാൻ സമയം കൊടുക്കപ്പോ. ശരി ശരി, നിന്റെ സമ്മതപ്രകാരമാണ് കല്യാണം നടന്നത് അല്ലേ? ശരിയല്ലേ? വീട്ടുകാരാദ്യം ഉറപ്പിച്ച് അതിന് ശേഷം. നീ കഥ പറയില്ലപ്പാ. ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി കേട്ടാ. നീ സമ്മതിച്ചിട്ടല്ലേ കല്യാണം നടന്നത്? എന്റെ സമ്മതപ്രകാരമാണ് വിവാഹം നടന്നിട്ടുള്ളത്. വിവാഹശേഷം ഒരാഴ്ചക്കാലം മാത്രമേ നിങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. ശരിയല്ലേ? അതെ. ഈ ഒരാഴ്ച കൊണ്ടാണ് നിങ്ങൾക്ക് ഭാര്യയിൽ നിന്ന് സെക്സ് കിട്ടിയില്ല എന്ന് മനസ്സിലാക്കിയത് അല്ലേ?
ആ ഈടെ നോക്കി സംസാരിക്കപ്പാ. ചോദിച്ചതിന് ഉത്തരം പറയൂ. വക്കീല് ചോദിച്ചത് ശരിയാണോ? അതെ. ഏത് തരത്തിലുള്ള കടമകളാണ് എതിർകക്ഷി നിർവഹിക്കാത്തതെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതിപ്പോ എങ്ങനെ? ജാജു പറയാപ്പാ. യെസ് ഓർ നോ? നോ. നോ. ഇത് നിങ്ങളെ പെടുത്തുക. കല്യാണത്തിന് അന്ന്. അത് മാർക്ക് ചെയ്തിട്ടുണ്ടോ? എക്സിബിറ്റ് 2 ഓൾറെഡി മാർക്ഡ് യുവർ ഓണർ. യെസ്. കല്യാണം കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം നിങ്ങളും എതിർകക്ഷിയും തമ്മിൽ സ്നേഹത്തിലും സന്തോഷത്തിലുമായിരുന്നെന്നും മറ്റു ചിലരുടെ ഉപദേശങ്ങൾ കൊണ്ടാണ് പിരിയാനുള്ള തീരുമാനത്തിലെത്തിയതെന്നും ഞാൻ പറയുന്നു. അല്ല നിങ്ങൾക്ക് എതിർകക്ഷിയുടെ സ്നേഹം ഉണ്ടല്ലേ? ഇല്ല. എന്റെ ഉള്ളിൽ സ്നേഹം മാത്രമേ ഉള്ളൂന്നും എതിർകക്ഷിയെ പോലെ പെണ്ണിനെ സമൂഹത്തിൽ അപമാനിക്കാൻ നിങ്ങൾക്ക് ആവില്ലെന്നും അമ്മയും സഹോദരികൾക്കുള്ള പുരയെന്ന് വന്ന് നിനക്ക് ഇത്ര പാവമായ എതിർകക്ഷിയെ ദ്രോഹിക്കാനാവില്ലെന്നും കെട്ടിച്ചമറ്റിയ ആരോപണങ്ങളാണ് നിങ്ങൾ ഇതെന്റെ കക്ഷി ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പോകുന്നതാണ്. എനിക്ക് ഡൈവോഴ്സ് വേണം. ഓളെ എനിക്ക് ഇഷ്ടമല്ല. ഈടെ പറഞ്ഞൊന്നുമല്ല സത്യം. വക്കീല് പറഞ്ഞിട്ടാണോ? സത്യം പറഞ്ഞു. നീ ഈടെ കുഴപ്പമൊന്നുമില്ല. നീ പറഞ്ഞോ? ഓർ പറഞ്ഞൊന്നും അല്ല കാരണം. എന്റെ പ്രശ്നം അതൊന്നും അല്ല. ഓളെ എനിക്ക് വേണ്ട. എനിക്ക് ഡൈവോഴ്സ് വേണം. വേറൊന്നും എനിക്ക് അറിയൂല. സി യുവർ ഓണർ, ഫീസ് കിട്ടാനും കേസ് ജയിക്കാനും വേണ്ടി അഡ്വക്കേറ്റ് പ്രതിഭ മഞ്ഞോടി ഫ്രെയിം ചെയ്ത ഗ്രൗണ്ട്സ് മാത്രമാണ്. നോ യുവർ ഓണർ, എന്റെ കക്ഷി ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആണ്. എന്തെന്നാണ് വക്കീലെ ഇത്? ഞാനിവിടെ ഇരിക്കുന്നത് പിരിക്കാനല്ല. നിങ്ങൾ അങ്ങനെ കരുതിയിരിക്കുന്നത്? എടോ, നല്ല മാന്യമായ രീതി കേസെടുക്ക്. എന്ത് തോന്നിവാസം കാണിക്കാൻ തന്നോ? നിങ്ങളുടെ പേരിലാണ് ഞാൻ കേസെടുക്കേണ്ടത്. നിങ്ങളാണ് ആ പെൺകുട്ടി അപമാനിക്കാൻ നോക്കിയത്. എന്തിനാടോ ഇങ്ങനെ പൈസ ഉണ്ടാക്കണേ? സോറി സർ. നോ, ഇനി മേലാൽ ഇമാരി തട്ടിപ്പാട്ടി കോടതിയിൽ വരരുത് സർ. ഓ, എന്റെ എക്സ്പീരിയൻസിന്റെ പകുതി പ്രായം പോലും നിനക്കില്ലടോ പ്രതിഭ. എല്ലാ കളിയും കളിച്ചോനായി RP തിരിഞ്ഞിനാ.